എന്താ ശോശാമ്മ ചേട്ടത്തി? ആരോട് ചോദിച്ചിട്ടാ ഈ ശ്വാസം മുട്ടലൊക്കെ? സംസാരിച്ചു പോയിരുന്നു, ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്താ? ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു അടി ഇടിയും വെടിയും പുകയൊക്കെ ഉണ്ടായി. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ അസൽ റൊമാൻസിലാ. ഒന്ന് ചുമ്മാ ഇരിവിനിയ. സിന്ധുവിന്റെ മുഖം കണ്ട അറിയാലോ ഒന്നും തീർന്നിട്ടില്ല എന്ന്. എന്താ സിന്ധു കാര്യം? ഒരു കാര്യമില്ല. ശോശാമ്മ ചേട്ടത്തി ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കാൻ നോക്കണ്ട. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതോടനെ തീരും. ചേട്ടത്തിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ? ദേ, മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പൊക്കളയും. പറഞ്ഞേക്കാം. കഴിക്കേ. നിങ്ങൾ പിണങ്ങിയിരുന്ന എനിക്ക് ആ വീർപ്പുമുട്ടല്. ഒരു വീർപ്പുമുട്ടലും ഇല്ല. ചേട്ടൻ നിന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കേ. വൈകുന്നേരം ആവുമ്പോ ഒക്കെ ശരിയാവും. അതുവരെ ഞങ്ങളുടെ സ്വർഗരാജ്യം വരെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇങ്ങനെ സംഭവം മനസ്സിലായ? അങ്ങനെ ശോശാമ്മ നിങ്ങളുടെ വഴക്ക് തീർത്തൂല്ലേ? ഞാൻ ഇറങ്ങുന്നു വരട്ടെ. നിക്ക്. എന്താ ഇങ്ങനെ? ശോശാമ്മയെ പറ്റിച്ചിട്ട് പോവാണല്ലേ? ഈ വീട്ടില് ശോശാമ്മ എന്നോടുണ്ടാക്കിയ വഴക്കുകളൊക്കെ നിങ്ങൾ വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയത് നിങ്ങളുള്ളപ്പോഴാ. നിങ്ങളാ ഞങ്ങളല്ല. ഒരു ചെറിയ തമാശയ്ക്ക് പോലും നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം പിണങ്ങിയിരുന്ന ഞങ്ങൾക്ക് എന്തോ പോലെയാ. ഇപ്പൊ എന്താ വഴക്കിന് കാരണം? പറഞ്ഞു തീർത്തിട്ട് പോ. എന്താ വിനയ? എന്താ കാര്യം? എനിക്കറിയില്ല നമ്പ്യാരേട്ടാ, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാമായിരുന്നു ഞാൻ എന്നെ തീർക്കുമായിരുന്നു. ഒന്ന് പറ സിന്ധു. ഞാൻ പറഞ്ഞത് അഭിനേട്ടനോടല്ല. ബാല പോകുന്നവരെ നിങ്ങൾക്കൊക്കെ എന്നെ ഒന്ന് മറന്ന എന്താ? അപ്പൊ ബാല തന്നെ കാരണം. അവള് വന്നപ്പോഴേ എന്റെ അനിയത്തെ കുറിച്ച് ആരും ഒന്നും പറയണ്ട. വിട്ടേര് നമ്പ്യാരേട്ടാ. എന്തായി? വഴക്കൊക്കെ തീർന്നു. പറഞ്ഞു വന്നപ്പോ എന്താ കാര്യം രണ്ടിനും അറിയില്ല. ഒരു കാര്യമില്ലാതെ വെറുതെ ചേർന്ന് കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷം. ഒറ്റ പോക്കായിരുന്നു. അപ്പൊ എന്റെ ഉപവാസം ഫലിച്ചു. ഏറ്റു. എന്നാലും ഇനി ഇങ്ങനെയൊന്നും വേണ്ട ശോശാമ്മേ. നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എന്നോടുള്ള പക തീർക്കുകയാണോ എന്നൊരു തോന്നല്. എന്ത് പക? വേണ്ടപ്പെട്ടവരുടെ ഇടയിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തി ഒരു ജീവിതം തകർത്തില്ലേ ഞാൻ? എന്താ ഇത്? എന്തിനാ ഇങ്ങനൊക്കെ? ഞാനിന്ന് പോവാ. വൈകിട്ട് 4:30 ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ. 4-5 ദിവസത്തിനകം അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോവും. എല്ലാം അറേഞ്ച് ചെയ്തതും പോകാൻ അനുമതി തന്നതും സിന്ധു ചേച്ചിയാ. ഒരുപക്ഷെ തമ്മിൽ ഇനി കാണാൻ കഴിയില്ലായിരിക്കും. വിനയേട്ടനോട് യാത്ര ചോദിച്ച് അനുഗ്രഹം വാങ്ങാൻ സിന്ധു ചേച്ചിയാ പറഞ്ഞ്. എന്നെ അനുഗ്രഹിക്കണം. വിനയേട്ടനെ ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് തരും വേണം. മാപ്പ് തരേണ്ട തെറ്റൊന്നും ബാല ചെയ്തിട്ടില്ല. പിന്നെ അനുഗ്രഹം, എന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ട് ബാലെ. ഓൾ ദി ബെസ്റ്റ്. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. പക്ഷെ അതിനേക്കാളും ഇഷ്ടം നിനക്ക് നിന്റെ ചേച്ചിയോടാണ്. അതുപോലെ തന്നെ എന്റെ കാര്യം. I love you. I love you so much. But I love your sister more. നിനക്ക് ഞങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. നീ ഇനിയും വരണം. ഇനിയും വരണം. കൊച്ചു കൊച്ചു രസക്കേടുകൾ ഉണ്ടാക്കാൻ എന്റെ ബാലേട്ടൻ ഇനിയും വരണം. ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങാം. ഇന്നാണ് എന്റെ
ജോലിക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അവരെന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ പിന്നെ ഒരു സ്കൂളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പ്രിയപ്പെട്ട എന്റെ സ്വപ്നം അതോടെ തീരും. നിന്റെ ചേച്ചി എന്നെ എത്രമാത്രം വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. എങ്കിലും മനസ്സുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം. എല്ലാം നേരത്തെ കഴിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരാം. വേണ്ട, വരണ്ട. അവളെ ഞാൻ അയച്ചോളാം. എനിക്ക് വരണം. എന്റെ കുഞ്ഞനിയത്തെ യാത്ര അയക്കാൻ ഞാൻ വരും. പ്രതീക്ഷിച്ചതുപോലെ നടന്നു. പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ്. നിയമസഹായം തേടിയാലും വിനയചന്ദ്രന് ജയിക്കാൻ പറ്റില്ല. പഠിപ്പിച്ച കുട്ടികൾ അത്രയും നിങ്ങൾക്കെതിരായി കുറ്റപത്രത്തിൽ ഒപ്പിട്ടു കൊടുത്തു. എങ്കിലും ഏതു കോടതി മുറിയിലും നിങ്ങൾക്ക് അനുകൂലമായി 2 വാക്ക് പറയാൻ ഞാനുണ്ടാവും. വേണമെന്നില്ല. ഞാൻ നിയമ വഴിക്കൊന്നും പോകുന്നില്ല. ഇതൊപ്പിട്ട് കൊടുത്ത കുട്ടികളോട് എനിക്കൊന്ന് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ക്ലാസ് റൂം വരെ ഒന്ന് പൊയ്ക്കോട്ടെ? അവിടെ പുതിയ മലയാള അധ്യാപകനെ നിയമിക്കുന്നത് വരെ പ്രിൻസിപ്പലാണ് ക്ലാസ് എടുക്കുന്നത്. ആ, അത് സൗകര്യമായി. അദ്ദേഹത്തിനും കേൾക്കാമല്ലോ. സാർ, അച്ഛൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ TC വാങ്ങുന്നില്ല സാർ. എന്റെ മകനെ തിരിച്ചറിയാൻ ഞാൻ അല്പം താമസിച്ചു പോയി. അവനെ മനസ്സിലാക്കാൻ സഹായിച്ച സാറിന് നന്ദി. വിനയചന്ദ്രൻ സാറുള്ള ഈ സ്കൂളിൽ തന്നെ എന്റെ മകൻ പഠിക്കണം. ഐ ആം സോറി. It's all right. It's all right. സുരേഷ്, come. സുരേഷ്, നീ ജയിച്ചു. എന്നെ തോൽപ്പിച്ചുമില്ല. താങ്ക് യു. Come on! വിനയചന്ദ്രനെ ഈ സ്കൂളിൽ ആവശ്യമുണ്ട്. കാൾ ഹിം ബാക്ക്. പ്രിൻസിപ്പൽ പറഞ്ഞു തിരികെ വരാൻ. പ്ലീസ്. 4:30-ക്കുള്ള ട്രെയിനിൽ എന്റെ അനിയത്തി പോവുകയാണ്. അവളെ യാത്ര അയക്കണം. ഞാൻ പോട്ടെ. പ്ലീസ്. താങ്ക് യു. സാർ, ഞാൻ വരും. ഞാൻ തിരികെ ഇവിടെ തന്നെ വരും. എന്തായി സ്കൂളില്? അവരെന്നെ തിരിച്ചു വിളിച്ചു. സിന്ധു ചേച്ചി പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ അമേരിക്കയിൽ പോയാൽ തിരിച്ചു വരില്ല എന്ന സിന്ധു ചേച്ചിയുടെ വിശ്വാസം.
അതുകൊണ്ട് ഒരു വധുവിനെ പോലെ എന്നെ യാത്രയാക്കാം. ഒരു നവവധുവായി പടിയിറങ്ങാൻ ബാല ഇനിയും വരും. ഞാൻ വരുത്തും. പോട്ടെ. I'm sorry for everything. It's all right. Bye. അവൾ പോയി. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, തുറന്നു പറഞ്ഞോളൂ. വാ. പറ. ഞാനാണെന്ന് കരുതി വിനയേട്ടൻ എന്റെ അനിയത്തെ കെട്ടിപ്പിടിച്ചു അല്ലേ? കെട്ടിപ്പിടിച്ചു. അത് ബാല പറഞ്ഞാണോ ഞാൻ അറിയേണ്ടിയിരുന്നത്? വിനയേട്ടൻ എന്താ എന്നോട് പറഞ്ഞില്ല? വിനയേട്ടൻ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്നോട് പറയണമായിരുന്നു. ഇതിനാണോ ഞാനുമായി പിണങ്ങിയിരുന്നത്? ഉള്ളു തുറന്നു പറ. ആണോ? അല്ല, ഒരിക്കലും അല്ല. സിന്ധു ആണെന്ന് കരുതി അന്ന് ബാലയെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു പോയി. അതിൽ അന്നും ഇന്നും എനിക്കൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല. അന്ന് ആ സമയത്ത് സിന്ധു അവിടെ വന്നില്ലായിരുന്നുവെങ്കിലും ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതെനിക്കറിയാം. എന്നേക്കാൾ നന്നായിട്ട് സിന്ധുവിനും അറിയാം. എന്നിട്ടും ആവശ്യമില്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സിന്ധു ഇപ്പോഴും. തുറന്നു പറ, ഈ ദിവസങ്ങളിൽ ഇത്ര ക്രൂരമായി എന്നോട് പെരുമാറാൻ സിന്ധുവിന് എങ്ങനെ കഴിഞ്ഞു? ഓരോന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് വരുമ്പോഴും തട്ടിമാറ്റി അകന്ന് നിൽക്കാൻ എന്തായിരുന്നു കാരണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറ സിന്ധു. വിനയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കത് നന്നായിട്ട് അറിയാം. ബാലയല്ല എന്നോട് പറഞ്ഞു. ഞാനായി മാറാൻ അവൾ ശ്രമിച്ചത്, എന്റെ സാരി ഉടുത്ത് വിനയേട്ടനുമായി കെട്ടിപ്പിടിച്ചുറങ്ങാൻ ആഗ്രഹിച്ചത് ഒക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു തരം ഭ്രാന്തായിപ്പോയി. പക്ഷെ അവളെല്ലാം തുറന്നു പറഞ്ഞ് കരഞ്ഞ് മാപ്പ് ചോദിച്ചപ്പോ എനിക്ക് അവളോട് സഹതാപം തോന്നി. അതാ ഞാൻ വിനയേട്ടനോട് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാഞ്ഞത്. നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അവൾ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്നില്ലേ? അതാ ഞാൻ അവളുടെ കൂടെ തന്നെ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ടാ മതിയെന്ന് ചിന്തയായിപ്പോയി എന്റെ മനസ്സിൽ. എല്ലാം വിനയേട്ടനോട് തുറന്നു പറയാതിരുന്നത് തെറ്റാ, എനിക്കറിയാം. പറയാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. എന്നാലും എന്റെ ബാല, അവൾക്ക് വിനയേട്ടനോട് അങ്ങനെ ഒരു ആശ തോന്നാൻ പാടില്ലായിരുന്നു അല്ലേ? വിനയേട്ടൻ എന്റെ, ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും. പലരും ഉള്ളിലൊതുക്കി വെക്കുന്ന ചില കാര്യങ്ങൾ ബാല ഒന്ന് വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതെല്ലാം അവൾ നിന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാല നിന്നോടൊപ്പം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മിടുക്കത്തി അവള്, മിടുമിടുക്കത്തി. അമേരിക്കയിലേക്ക് പോകാനുള്ള അനുമതി കിട്ടാൻ വേണ്ടി അവൾ നടത്തിയ നാടകമായിരുന്നു ഇതൊക്കെ. ആയിരുന്നു എന്ന് നമുക്ക് സമാധാനിക്കാം. നമുക്കെല്ലാം മറക്കാം അല്ലേ? എല്ലാം മറക്കണം എനിക്ക്. ഇനി ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. വാ. വിനയേട്ടൻ എന്നോട് ഇപ്പൊ ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാലും എന്റെ സങ്കടം മുഴുവനായിട്ട് അങ്ങോട്ട് തീരുന്നില്ല വിനയേട്ട. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത്? ലൈഫ് ഈസ്